ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടാണ്. ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരുടെയും വീടുകളിലും കാണുന്ന ഒന്നാണ് ഫാഷൻ ഫ്രൂട്ട്. ഈ ഫാഷൻ ഫ്രൂട്ട് 2-3 തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ തോട് യെല്ലോ കളറാണ്, പുറം തോട് യെല്ലോ കളറ്. ഇതാണ് തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ളത്. രണ്ടാമത്തെ കളറ് പർപ്പിളാണ്. അതിൻ്റെ ഇല ഞാൻ അങ്ങനെ തോരൻ വയ്ക്കാനായിട്ട് എടുക്കാറില്ല. കൂടുതലും നമ്മൾ എടുക്കുന്നത് യെല്ലോ കളറാണ്. ഈ പർപ്പിൾ കളറ് പുറം തോടാണെങ്കിലും ഇത് കട്ട് ചെയ്താലും ഇതിൻ്റെ ഉൾഭാഗം യെല്ലോ കളർ തന്നെ ആയിരിക്കും. യെല്ലോ കളർ ഉള്ളത് കുറച്ച് പുളിപ്പ് കൂടുതലാണ്, എന്നാൽ ഈ പർപ്പിൾ കളറിലുള്ളത് മധുരം കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്നത് യെല്ലോ കളറിൻ്റെ ഇലയാണ് തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തോരൻ വയ്ക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ്. പ്രമേഹം, BP എന്നിവ നിയന്ത്രിക്കാനും ഉറക്കമില്ലായ്മ പരിഹരിക്കാനും ഏറ്റവും നല്ലതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. വൃക്ക രോഗമൊക്കെ ഉള്ളവർ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തോരൻ വയ്ക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കുറച്ചെടുത്ത് പിന്നെ നമുക്ക് ഈ തോരൻ വയ്ക്കുന്ന വേറെ ഇലകളുണ്ടല്ലോ, മൽബറിയുടെ ഇലയോ ചീരയുടെ ഇലയോ അങ്ങനെ തോരൻ വയ്ക്കുന്ന എന്തിൻ്റെങ്കിലും കൂടെ നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകളിൽ ചെറിയ തോതിൽ സൈനോജനിക് ഗ്ലൈക്കോസൈഡുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അമിതമായിട്ട് കഴിക്കുവാൻ പാടുള്ളതല്ല. ഇവയുടെ ഇല തോരൻ വെച്ച് കഴിച്ചാൽ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സംവേദനം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. BP നിയന്ത്രിക്കാനും എല്ലുകളുടെ ബലത്തിനുമൊക്കെ നല്ലതാണ്. നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കിതിൻ്റെ അരപ്പ് കൂടി ഒന്ന് തയ്യാറാക്കാം. നമ്മൾ എടുക്കുന്ന ഇലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ എടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഫാഷൻ ഫ്രൂട്ട് നമ്മൾ വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അസിഡിറ്റിയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നതാണ്. ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാരയുടെ അളവ് വളരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പഞ്ചസാരയുടെ അളവുള്ളൂ. ഫൈബേഴ്സ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ വൈറ്റമിൻസും മിനറൽസും ധാതുക്കളും ഒക്കെ കിട്ടും. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഫാഷൻ ഫ്രൂട്ട് ഇല നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഫാഷൻ ഫ്രൂട്ട് വെറും വയറ്റിൽ കഴിക്കില്ലെന്ന് പറയാൻ തന്നെ കാരണം ഇത് ഹൈലി അസിഡിറ്റിക്ക് ഉള്ള ഒരു ഫ്രൂട്ടാണ്. വെറും വയറ്റിൽ കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി, പുളിച്ചിത് കിട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വെറും വയറ്റിൽ കഴിക്കില്ലെന്ന് പറയുന്നത്. നമ്മുടെ സവാള ഇപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഇലകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇലയ്ക്ക് ഒരുപാട് വേവൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരുപാട് മുറ്റിയ ഇല എടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് മുറ്റിയ ഇല എടുത്താൽ വേകാനൊക്കെ താമസിക്കും. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. ഇവയുടെ ഇലകളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും ഏറെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ചതാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇളക്കുന്നില്ല. നമ്മൾ അരപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇലയൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം.
ഇലക്കറികളിൽ നമ്മൾ സാധാരണയായിട്ട് കറിവേപ്പില ചേർക്കാറില്ല. നിങ്ങൾക്ക് കടുക് വറുക്കുന്ന സമയത്ത് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.